നമോ ഭഗവതേ സായീശ്വരായ. എന്തിന് സത്യസായി ഭാഗവതം? ഭഗവത് കഥകൾ കേൾക്കുന്നതിനെക്കുറിച്ച്, തിരുനാമം ജപിക്കുന്നതിനെക്കുറിച്ച് ഭഗവാൻ സത്യസായി ബാബ അരുളിയിരിക്കുന്നത് സശ്രദ്ധം കേൾക്കൂ. ഭഗവാന്റെ ദിവ്യമായ അമൃത കഥകൾ ഹൃദയപൂർവ്വം വിവരിക്കുന്നത്, ഭക്തിപൂർവം വിശ്വാസപൂർവം കേൾക്കുന്നത് ആരാണോ അവരുടെ ഹൃദയത്തിൽ ആനന്ദം ഉറവയെടുക്കും. അവർ ആത്മസാക്ഷാത്കാരം നേടും. ഇക്കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിലെ ധാരാളം സംഭവങ്ങൾ വിവരിക്കാം. അക്കഥകൾക്ക് ഒരു അന്തവുമില്ല. സത്യത്തിൽ എൻ്റെ കഥകൾ വിവരിക്കാൻ വാക്കുകൾ അശക്തം. ആർക്ക് എൻ്റെ മഹിമ വിവരിക്കാനാകും? ആകാശം എഴുതാനുള്ള കടലാസാക്കി സമുദ്രം മഷിയായി ഉപയോഗിച്ച് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ പേനയുമാക്കിയാൽ പോലും എൻ്റെ അനന്തമായ മഹിമ വിവരിക്കാനാവില്ല. അനന്തമാണ് ഈശ്വരന്റെ തിരുനാമങ്ങൾ. ഋഷികളും തപസ്വികളും ഈശ്വരനെ ലക്ഷക്കണക്കിന് രൂപത്തിൽ ദർശിച്ചു. കണ്ണടച്ചും തുറന്നും അവർ ആ രൂപം കണ്ടു. മാനവൻ അറിയാനായി അവരുടെ ഭാഷയിൽ അവർ ഈശ്വരനെ സ്തുതിച്ചു. എന്നിട്ടും ആ മഹിമ വർണ്ണിച്ചു തീർക്കാനായില്ല. നോക്കൂ, ഈശ്വര സൃഷ്ടി എത്ര അത്ഭുതകരം, മധുരതരം. ആർക്കും ഈശ്വരന്റെ രഹസ്യം ഗ്രഹിക്കാനാവില്ല. ഈശ്വര ലീലകൾ ഏറ്റവും നിഗൂഢം, പവിത്രം, അത്ഭുതകരം. സമസ്തവും ഉണ്ടാക്കപ്പെട്ടത് ഈശ്വര സങ്കല്പത്താൽ. ഈശ്വരേച്ഛയ്ക്ക് എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാനാകും. ഭഗവത് കഥകളേക്കാൾ പവിത്രമായി അത്ഭുതകരമായി ലോകത്തിൽ യാതൊന്നുമില്ല. ലൗകിക ബന്ധനങ്ങളെ ഛേദിക്കുന്ന മൂർച്ചയേറിയ ആയുധമാണത്. മഹാതപസ്സുകളാണ് ഈശ്വരലീലകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വര കഥകളിൽ രുചിയുണ്ടാകുന്നത് തന്നെ പൂർവജന്മ സുഹൃതം മൂലം. ആ സുഹൃതമാണ് ഒരുവനെ സത്സംഗത്തിൽ എത്തിക്കുന്നത്. ആദ്യകാലം ഈശ്വര കഥകൾ കേട്ടാൽ മാത്രം മതി. പിന്നീട് ആ ദിവ്യ കഥകൾ അവനിൽ ഈശ്വര താല്പര്യം ഉണർത്തും. ആ താല്പര്യം അയാളെ മെല്ലെ സാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. ഭക്തസംഘത്തിലിരുന്ന് ഈശ്വര കഥകൾ കേൾക്കുന്നതാണ് ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നതിനേക്കാൾ നന്ന്. ഈശ്വര ലീലകൾ വിവരിക്കുന്നയാൾ അനുഭൂതി നുകർന്നവനാണെങ്കിൽ അത് മഹത്തരമായി. ആ സുഹൃതിയുടെ മുഖം ആനന്ദം കൊണ്ട് തുടുത്തിരിക്കും. ഈശ്വര സ്മരണയിൽ മിഴികൾ നിറഞ്ഞൊഴുകും. കേൾക്കുന്നവരിലേക്കും ആ ഭക്തി ഒഴുകിയെത്തും. കൊച്ചു കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരും ചിരിച്ചു പോകുന്നു. അതുപോലെ അനുഭൂതി സമ്പന്നനായ ഒരുവൻ പറയുന്ന ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെയും ഹൃദയം നിറയും. മഹത്തുക്കളുടെ സംഘം അമൂല്യം. ഭഗവത് ലീലകൾ കേട്ട് പവിത്രമായ മനസ്സിൽ ആ നിമിഷം ഈശ്വരൻ വാസം ആരംഭിക്കും. അതോടെ ഷഡ്രിപുക്കൾ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിയും. ഭഗവത് നാമം പാടുന്ന ആ ഭക്തനെ ദുർഗുണങ്ങൾക്ക് സമീപിക്കാനാവില്ല. അവിടുത്തെ ദിവ്യപ്രേമം ഉറവയെടുക്കും. അയാൾ മായയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടും. അപ്പോൾ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരമരഹസ്യം അയാൾക്ക് വെളിപ്പെടും. അയാൾ തൻ്റെ ദിവ്യതയെ സാക്ഷാത്കരിക്കും. മുകളിൽ ഭഗവാൻ അരുളിയിട്ടുള്ളവ നേടുന്നതിനാണ് സത്യസായി ഭാഗവതം. ഓം നമോ ഭഗവതേ സായീശ്വരായ. സായി ഭാഗവത മാഹാത്മ്യം. ആദിശങ്കരൻ അരുളി: പ്രയോജനമനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ മന്ദബുദ്ധികൾ പോലും ഏർപ്പെടില്ല. എന്തിനീ സായി ഭാഗവതം? വ്യാസകൃതമായ ഉത്തമകൃതികൾ, യുഗങ്ങൾക്ക് പോലും മങ്ങലേൽപ്പിക്കാനാവാത്ത അമരവാണികൾ എന്നിവ ധാരാളമുള്ളപ്പോൾ പുതിയ ഗ്രന്ഥത്തിന് എന്ത് പ്രസക്തി? ഇത് പുതിയതല്ല, പഴയത് തന്നെ. ആ പൗരാണികത ഇന്നും പുതുപുത്തനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യമാണിതിലെ സംഭവങ്ങൾ. ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീരാമകൃഷ്ണനും ഷിർദി സായിയും എങ്ങും പോയിട്ടില്ല. അവർ കാലത്തിനനുസരിച്ച് ആ പഴയ പാഠം തന്നെ നമുക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിൽ വീണ്ടും പഠിപ്പിക്കാൻ പുതിയ വേഷത്തിലും ഭാവത്തിലും വരുന്നു. ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഭാഗവതം എന്നാൽ ഭഗവാനെ സംബന്ധിച്ചത്, ഭക്തനെ സംബന്ധിച്ചതും ഭാഗവതം തന്നെ. ഭഗവന്തം ഇതി ഭാഗവതം. ഭഗവാൻ ബാബ ആടിയ അത്ഭുത ലീലകളും അവിടുത്തെ ഉപദേശാമൃതവുമാണ് ഈ ഗ്രന്ഥത്തിൽ. അതിനാൽ ഇത് സായി ഭാഗവതമായി. ഭഗവത് കൃപ, മഹത്തുക്കളുടെ കാരുണ്യം, ഇങ്ങനെയൊന്ന് എഴുതാൻ അതുമാത്രമാണ് കാരണം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യകഥകളിലൂടെ രാമനെയും കൃഷ്ണനെയും ഋഷീശ്വരന്മാരെയും സുഹൃതിയായ സാധകൻ ഒരിക്കൽ കൂടി തൊട്ടറിയുന്നു, അനുഭവിക്കുന്നു. ആ തൃപ്പാദങ്ങളെ ആശ്രയിച്ചവരാരും ദുഃഖമോചിതരാകാതിരുന്നിട്ടില്ല. എത്ര അന്ധകാരത്തിൽ നിൽക്കുന്നവനെയും ഭഗവാൻ ശ്രീ സത്യസായി ബാബ ദീപം കൊളുത്തിക്കൊടുത്ത് കൈപിടിച്ച് നടത്തി, ഞാൻ കൂടെയുണ്ട്, ഭയക്കണ്ട, നീ എൻ്റെ സമീപം സുരക്ഷിതനെന്ന് നിരന്തരം കാതിലോതി ധൈര്യം പകരും.
രോഗിയും ദരിദ്രനും പാമരനും പണ്ഡിതനും ഭൗതിക ക്ലേശങ്ങൾ പേറുന്നവനും സത്യാന്വേഷണത്തിന്റെ കുരുക്കേറിയ പാതകളിൽ അലഞ്ഞു നടക്കുന്നവനും എല്ലാവർക്കും അവിടുന്ന് ശീതളിമയേകി ശാന്തി പകരും. അക്കഥകൾ നേരിട്ട് കണ്ടവരും അറിഞ്ഞവരും മഹാസുഹൃതികൾ. പറയുന്നവനും കേൾക്കുന്നവനും വായിച്ചറിയുന്നവനും സുഹൃതികൾ തന്നെ. കാരണം ആ കഥകൾ കേൾക്കുമ്പോൾ അവരിലും ഈശ്വരൻ വസിക്കാൻ തുടങ്ങും. അവന്റെ ഹൃദയം സായിയുടെ ശ്രീകോവിലാകും. എത്രയേറെ ദുരാചാരനാണെങ്കിലും എന്നെ ശരണം പ്രാപിച്ചാൽ അവനുടൻ ധർമ്മിഷ്ഠനായി മാറും. അവന്റെ പാപക്കൂമ്പാരങ്ങൾ ദഹിപ്പിക്കപ്പെടും. അർജുന, നീ വാക്കുകൊടുത്തോളൂ, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. സത്യം. കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ശ്രീകൃഷ്ണന്റെ ഈ വാഗ്ദാനം കലിയുഗത്തിലും പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ബാബയിലൂടെ നമുക്കതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാം. ഓം നമോ ഭഗവതേ സായീശ്വരായ. പാപക്കറ മറയ്ക്കാൻ കാവി. ദർശനവരിയിലിരുന്ന സന്യാസിയുടെ നേർക്ക് വിരൽ ചൂണ്ടി അവതാര പുരുഷനായ ഭഗവാൻ ബാബ ആംഗ്യത്തിലൂടെ സംസാരിച്ചു. അകത്തു പോകൂ. സന്യാസി അഭിമാനത്തോടെ എഴുന്നേറ്റ് നടന്നു. താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാവരെയും നോക്കി കാഷായ വേഷധാരി നടന്നു. അഭിമുഖ മുറിയിൽ ജഗദീശ്വരനും സന്യാസിയും മാത്രം. അവതാര പുരുഷൻ ഗംഭീര സ്വരത്തിൽ പൊടുന്നനെ ചോദിച്ചു, എന്തിനീ കാവ്യവേഷം? സന്യാസി ഞെട്ടി. ഭഗവാൻ തുടർന്നു, നീ ചെയ്ത കൊടും പാതകത്തെ ഈ കാവ്യ കൊണ്ട് പൊതിയാനാകില്ല. ഈശ്വരന്റെ നേത്രങ്ങൾക്ക് മറയിടാൻ നിനക്കാകുമോ? പവിത്രമായ കാവ്യവസ്ത്രത്തെ നീ അനാദരിക്കരുത്. അത് ഉപേക്ഷിക്കുക. നിയമത്തിനു മുന്നിൽ കീഴടങ്ങൂ. നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഭഗവാന്റെ ഗംഭീരനാദം മുഴങ്ങി. സന്യാസി ഭയന്നു വിറച്ച് തൊഴുകൈയോടെ നിന്നുപോയി. ഭഗവാൻ ബാബ ഒരു വെളുത്ത വസ്ത്രം സന്യാസിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, കാവ്യ മാറ്റി ഇത് ധരിക്കുക. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റം ഏറ്റുപറയുക. അവർ തരുന്ന ഏത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കുക. കൊലക്കയറിലേറാതെ നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. പിന്നീട് നിനക്ക് ഞാൻ കാവ്യവസ്ത്രവും ജപമാലയും സമ്മാനിക്കും. ഇപ്പോൾ യാത്രയാകുക. നിന്റെ കർമ്മഫലങ്ങളെ ധീരതയോടെ സ്വീകരിക്കൂ. ഞാൻ നിന്നെ സഹായിക്കും. ഭഗവാൻ കൽപ്പിച്ചു. ഭഗവാൻ സമ്മാനിച്ച വിഭൂതി പ്രസാദവുമായി അയാൾ മടക്കയാത്ര ആരംഭിച്ചു. തീവണ്ടി യാത്രയിൽ പരിചയപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് കലശലായ വയറ്റുവേദന. ബാബയുടെ വിഭൂതിയുടെ ശക്തി പരീക്ഷിക്കാൻ സന്യാസി അതൊരു അവസരമാക്കി. ഇത് കഴിക്കൂ, വയറുവേദന മാറും. സന്യാസിക്ക് ഭഗവാൻ ബാബ കൊടുത്ത വിഭൂതി അദ്ദേഹം പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് സ്വീകരിച്ചു. വിഭൂതി സേവിച്ച ഉടൻ വയറുവേദന മാറി. ഭഗവാൻ ബാബയിൽ അയാൾക്ക് വിശ്വാസമുറച്ചു. അങ്ങനെ കർമ്മഫലത്തെ നേരിടാനായി അധികാരികളുടെ മുന്നിൽ കീഴടങ്ങി. അവർ അയാളെ തടവിലാക്കി. കൽപ്പഗിരി എന്നായിരുന്നു സന്യാസിയുടെ പൂർവാശ്രമ നാമം. ഒരിക്കൽ വഴക്കിനിടയിൽ കൽപ്പഗിരി ഒരാളെ കൊന്നു. എതിരാളി മരിച്ചെന്നറിഞ്ഞതോടെ അയാൾ രായ്ക്കിരാമാനം സ്ഥലം വിട്ടു. ആളറിയാതെ യാത്ര ചെയ്യാനായി സന്യാസവേഷം ധരിച്ചു. കാവ്യ നല്ലൊരു മറയായി. അത്യാവശ്യം പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. കുറച്ച് തത്വങ്ങളൊക്കെ പഠിച്ചു. താമസിയാതെ നല്ല സന്യാസി എന്ന് പലരും കരുതാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊക്കെ ചെയ്ത തെറ്റ് അയാളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തീർത്ഥാടനം ചെയ്ത് നടക്കവെയാണ് ബാബയെക്കുറിച്ച് കേട്ട് പർത്തിയിലെത്തിയതും ഭഗവാന്റെ പിടിയിൽ അമർന്നുപോയതും. നിയമത്തിനു മുന്നിൽ കൽപ്പഗിരി കുറ്റം സമ്മതിച്ചു. കൊലക്കയർ തന്നെ പ്രതിയെ തേടിയെത്തി. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചു. ശിക്ഷയും വിചാരണയും ഒരു വശത്ത് നടക്കുമ്പോൾ താൻ കണ്ട അനുഭവിച്ച മഹാപുരുഷന്റെ മഹിമ ജയിലിലെ അന്തേവാസികൾക്ക് ആവേശത്തോടെ വിവരിക്കുകയായിരുന്നു കൽപ്പഗിരി. അപ്പോഴേക്കും ഏത് ശിക്ഷയും സ്വീകരിക്കത്തക്ക വിധം കൽപ്പഗിരിയുടെ മനസ്സ് വളർന്നിരുന്നു. സ്വാമിയെ കണ്ടതു മുതൽ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ട് കൽപ്പഗിരി സ്വയം വിസ്മയിച്ചു. കൽപ്പഗിരിയുടെ മാനസാന്തരം ജയിലിലെ പല തടവുകാരെയും സ്വാധീനിച്ചു. തങ്ങൾക്കും നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. താമസിയാതെ അവർ ജയിലിൽ ഭജനയും ജപവും ആരംഭിച്ചു. അങ്ങനെ ആ തടവറ സായി ചൈതന്യത്തിന്റെ ശ്രീകോവിലായി മാറി. തടവുകാരിലെ ഈ മാറ്റം അധികാരികൾക്കും വിസ്മയമായി. തിരുനാമ ജപത്തിന്റെ മഹിമയും സായി കൃപാ കടാക്ഷവും മൂലം കൽപ്പഗിരിയുടെ വധശിക്ഷ ഇളവ് ചെയ്തു. ശിക്ഷ ജീവപര്യന്തമാക്കി രാഷ്ട്രപതി ഉത്തരവയച്ചു. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ ഓരോന്നും സത്യമായി ഭവിച്ചു. കൽപ്പഗിരിയുടെ മിഴികൾ നിറഞ്ഞു. കൊലക്കയർ മാറിയതിലല്ല, തന്നെ ഉദ്ധരിച്ച ഭഗവത് കൃപയോർത്ത്. രാഷ്ട്രപതിയുടെ സന്ദേശം അധികാരികൾ അറിയിച്ചപ്പോൾ കൽപ്പഗിരി പ്രതികരിച്ചു, എല്ലാം സായി കൃപ. എൻ്റെ മഹാപാപത്തിന്റെ കറ അവിടുന്ന് കഴുകിക്കളഞ്ഞു. ഒരു പരാതിയുമില്ലാതെ ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും. എല്ലാം കർമ്മഫലം. എനിക്ക് ജപമാലയും കാവ്യവസ്ത്രവും തരാമെന്ന് അവിടുന്ന് അരുളിയിട്ടുണ്ട്.
അതും സത്യമായി ഭവിക്കും. സായി മാതാവിൻ്റെ കൃപ എൻ്റെ ജന്മം സഫലമാക്കി. കൽപ്പഗിരിയിൽ വന്ന മാനസാന്തരം തടവറയിലെ പലർക്കും പല ജീവിതത്തിനുള്ള പ്രതീക്ഷകൾ സമ്മാനിച്ചു. കൽപ്പഗിരി ശിക്ഷാ കാലാവധിക്കും മുമ്പേ മോചിതനായി. എന്തിനു ഭയക്കണം? ഞാനില്ലേ കൂടെ? ഈ ഭഗവത് വചനം സദാ സ്മരിക്കുക.